Hello, welcome to another video from Mallorca. ഈ വീഡിയോയിൽ മയോർക്കയിലെ ഞങ്ങളുടെ ലാസ്റ്റ് ദിവസത്തെ വിശേഷങ്ങളാണ്. ആസ് പ്രോമിസ്ഡ്, ഞങ്ങൾ മയോർക്കയിലെ പല ഭാഗത്തും പോയി വാങ്ങിയ സാധനങ്ങൾ വെച്ച് ഒരു ഷോപ്പിംഗ് ഹാളാണ് മെയിൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് തിരിച്ച് മ്യൂണിക്കിലേക്ക്. ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പതി എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു ലാസ്റ്റ് മിനിറ്റ് ഫൈനൽ ഷോപ്പിങ്ങിന് ഇറങ്ങി. ഹോട്ടലിനടുത്തുള്ള ആലെ ഹോപ്പ് എന്ന ഷോപ്പിലാണ് പോയത്. Final shopping? Yeah. That's your new bag? Yeah. It's like This is for my friend. your friend? Yeah. What is your friend name? Veena. Veena and Keith. Yeah, Veena. Wow, Anvi, what you got? This bunny. And how does it work? You put your hands like this, Mm-hmm. and then you put my Oh. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇതൊരു ഷോപ്പിംഗ് ഹാൾ വീഡിയോ ആണ്. ഇതിന് സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ ഈ ഷോപ്പിംഗ് ഹാൾ വീഡിയോ ചെയ്യുന്നത് മയോർക്കയിലാണ്. ഞങ്ങളൊരു 5 days and 4 nights ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നാണ് നമുക്ക് റിട്ടേൺ അല്ലേ? അപ്പം നമ്മൾ 5 days എന്തൊക്കെ ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്തു എന്നുള്ളത് കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് കാണിക്കാന്ന് വിചാരിച്ചു. യൂഷ്വലി നമ്മൾ വേറെ പ്ലേസിലൊക്കെ പോകുമ്പോൾ കൂടുതലും സോനീസ് മാത്രമേ വാങ്ങാറുള്ളൂ. അധികം അങ്ങനെ അന്യൂന് എന്തെങ്കിലും ടോയ് വാങ്ങും, അങ്ങനെ വലിയതായിട്ട് ഷോപ്പിംഗ് അങ്ങനെ ചെയ്യാറില്ല. ഇറ്റലി പോയപ്പോൾ കുറച്ച് എന്തൊക്കെയോ ഇറ്റലി പോയപ്പോൾ മേടിച്ചു. ഇവിടെ ഇവിടെ ഇത്രയും സാധനങ്ങൾ വാങ്ങിയത് ഇവിടെ നിന്നായിരിക്കുന്നത്. അപ്പോൾ വിചാരിച്ച ഒരു ഹോൾ വീഡിയോ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നതെന്നുള്ളത്. ഇവിടെ ആക്ച്വലി നോർമൽ ടൂറിസ്റ്റ് സ്പോട്സിനെക്കാളും കുറച്ച് കൂടുതൽ സാധനങ്ങൾ കിട്ടും. ബേസിക്കലി ഇവിടെ ഒരു ബീച്ച് വൈബൊക്കെ ആണല്ലോ, അപ്പോൾ ക്ലോത്ത്സ്, അതനുസരിച്ചുള്ള ആക്സസറീസ്, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും ഒത്തിരി. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് അതിൽ എന്തൊക്കെയാന്ന് കാണാം. Starts with the souvenirs. Okay, the souvenirs. Souvenirs like already. Yeah. First one is really special. കാണാൻ തോന്നുന്നു. A little bit of Mallorca for you എന്ന് പറഞ്ഞൊരു സാധനം. ഇതിനകത്ത് ഷെൽസും ഉണ്ട്. മാഗ്നറ്റ് ആണ് കേട്ടോ ഇത്. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഫ്രിഡ്ജിൽ ആക്ച്വലി ഞങ്ങൾക്ക് കുറേ മാഗ്നറ്റ് കളക്ഷൻ ഉണ്ട്, കാണിക്കാതെ. അപ്പോൾ ദിസ് വിൽ ഗോ ദേർ. And ഇവിടെ ഇരിക്കട്ടെ. Two more magnets. ഫസ്റ്റ് പോയ സോയർ, ഇതാണോ? ഇതാ ഓൾട്ട് ആണ്. ഫസ്റ്റ് ഡേ പോയ പോർട്ട് ഡി സോയർ. ഇത് പോർട്ട് ഡി സോയർ ആണ് അവിടുത്തെ മാഗ്നറ്റ്. അതെ, ശരിയാണ്. ഇത് അൽക്കുഡിയ ഓൾഡ് ടൗൺ മാർക്കറ്റ്. ഇന്നലെ വേറൊരു പ്ലേസിൽ പോയി, പക്ഷെ അവിടെ കലാഡിയോറിൽ, ബട്ട് അവിടെ നിന്നുള്ളത് കിട്ടിയില്ല. മാർക്കറ്റിലെ ഒരു നല്ല സൂവിനീർ ഷോപ്പിൽ നിന്ന് നമ്മളൊരു ശരിയാണ് ഒരു ഹോം ഡെക്കർ കൈൻഡ് ഓഫ് ഒരു തിങ് വാങ്ങിയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് നമ്മൾ എന്തിനാ ഇതിൽ വെക്കാൻ തോന്നുമെന്ന് എനിക്കറിയില്ല. ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് മറ്റേ ഇങ്ങനെ ടേബിളിന് മുകളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഹോട്ട് പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്ന ആ ഒരു ടൈപ്പാണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ വെക്കാൻ തോന്നുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് കണ്ടപ്പം ഭയങ്കര കളർഫുള്ളായിട്ട് തോന്നി, അങ്ങനെ ഇത് വാങ്ങിയാണ്. മയോർക്ക എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ആനിമൽ ഇവിടുത്തെ നാഷണൽ ആനിമൽ ആണല്ലേ? ഇതെന്താണ്? എന്തോ ഒരു പേരാണ്, എന്തോ ഒരു റെപ്റ്റൈൽ ഫാമിലി എന്തോ ആണ്. ലിസാർഡ് തന്നെയല്ലേ? ആണോ? അറിയില്ല, അവരെന്തോ ഒരു പേര് പറഞ്ഞു. ഇവിടുത്തെ പേരാണോ എന്ന് എനിക്കറിയില്ല. അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച. ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതിവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്, പക്ഷെ നമുക്ക് ഇത് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നി. കുറേ ഷെൽസ് ഒക്കെ വെച്ച ഒരു ഫാമിലി ഫോട്ടോ ഈ ഒരു ഇതിൽ വെക്കാൻ പറ്റിയ ഒരു മയോർക്കാന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ വാങ്ങിച്ച ഒരു സാധനമാണ് ഇത്. അതിപ്പോൾ ഒരു അവസ്ഥയായി, ഞാൻ ഒത്തിരി യൂസ് ചെയ്തു. ഇത് ഇവിടെ കിട്ടിയൊരു ബാഗ്. ആക്ച്വലി നല്ല രീതിയിൽ ലാസ്റ്റ് ഭയങ്കരമായിട്ട് വെയിറ്റ് ഇതിനകത്ത് ഞാൻ ക്യാരി ചെയ്തു, പക്ഷെ ഒരു പ്രശ്നവും ഇതുവരെ വന്നില്ല. 5 ദിവസം അത് ഫുള്ള് യൂസ് ചെയ്തായിരുന്നു. പിന്നെ അതിലൊരു കീ ചെയിനും ഉണ്ട്. സോ ഇത് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. അധികം ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഇത് എത്രയായിരുന്നു? ഒരു 7 or 8 ആ ഒരു റേഞ്ചാണിത്. ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് 20ൽ നിന്ന് എന്തോ 7. അങ്ങനെയാണ്. ഓക്കെ, ഡിസ്കൗണ്ട് പ്രൈസിന് കിട്ടിയതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇത് ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഒരെണ്ണം കൂടെ മേടിച്ചു. ബ്യൂട്ടിഫുൾ അല്ലേ? ഇത് ശരിക്കും ഇതാണ് ത്രെഡ് എംബ്രോയിഡേർഡ് ആണിത്. സോ അത് രണ്ടും. പിന്നെ വാങ്ങിയത് ഇതാണ്. ഇതും നമ്മൾ യൂസ് ചെയ്തു. ഇവിടെ ബീച്ച് സൈഡിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടവലായിട്ടോ അല്ലാണ്ട് ഇങ്ങനെ വിരിച്ചിരിക്കാൻ പറ്റുന്നതായിട്ടൊക്കെ യൂസ് ചെയ്യാം.
ഇതൊരു 5 യൂറോസിന് എന്തോ വാങ്ങിയതാണ്. ആക്ച്വലി ഇങ്ങനത്തെ സാധനമൊന്നും നമ്മൾ വരുമ്പോൾ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്ന് തന്നെ കുറേ വാങ്ങാൻ കിട്ടും. അങ്ങനെ അത്. പിന്നെ വേറൊരു ബാഗ്, ഇവിടെ കുറേ ഇങ്ങനത്തെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും അങ്ങനെ ബ്രാൻഡഡ് ബാഗ്സ് ഒന്നും ഇട്ടുകൊണ്ട് നടക്കുന്നത് അധികം കാണാൻ പറ്റില്ല. ഇങ്ങനത്തതാണ് ഇഷ്ടം പോലെ, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പം ഞാനും അതിൻ്റെ ഒരെണ്ണം വാങ്ങി. അത്യാവശ്യം സിബൊക്കെ ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു റേഞ്ച്? മറന്നുപോയി. 20 റേഞ്ച് അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ അന്നുവിന് കുറേ അത് പിന്നെ എല്ലാ ഇതിലും ഉണ്ട്. കുറച്ച് ബീച്ച് ടോയ്സ്, ജസ്റ്റ് ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ബീച്ച് ടോയ്. ഇതാണ് ശരിയാ, ഒരു ഷോപ്പ്. ഈ ബാഗും ഒക്കെ വാങ്ങിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നല്ല ക്വാളിറ്റി സാധനം വേണം തോന്നുവാണെങ്കിൽ ഈ ഒരു ഷോപ്പ്, എൻ്റെ പേര് ഇവിടെ ഇല്ലേ, അലേഹോപ്പ്. ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല കുറേ സാധനങ്ങൾ കിട്ടും. നമ്മൾ അവിടെ നിന്ന് കുറേ സാധനം വാങ്ങിച്ചു. ഈ 2 ബാഗ് അവിടെ നിന്നാ വാങ്ങിച്ചേ. പിന്നെന്താ വാങ്ങിച്ചത്? ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഫോർ റെഫറൻസ് മേ ബി ജർമ്മനിയിൽ ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള ഫ്ലൈയിങ് ടൈഗർ കോപ്പൻഹാഗൻ പോലത്തെ ഒരു ശരി, അതുപോലത്തെ കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇറങ്ങാൻ തോന്നിയില്ല കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ ഒരുപാട് സ്ട്രീറ്റ് ഷോപ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലാണ്ട് തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും. ഇതിപ്പോൾ അന്നു ഒരു 2x2 റുബിക്സ് ക്യൂബ് വാങ്ങി, അവൾക്ക് വേണമെന്ന്. ഇത് ഓൾറെഡി അവളുടെ കയ്യിലുണ്ട്. ഞാനൊരു മറ്റേ അതിനെ ഷോൾഡറും ഫേസൊക്കെ മസാജ് ചെയ്യുന്നൊരു സംഭവം വാങ്ങി, 3D ബോഡി ആൻഡ് ഫേഷ്യൽ മസാജർ. ഇതൊരു മൊബൈൽ സ്റ്റാൻഡ്, ഇങ്ങനെ ടേബിളിന് മുകളിലൊക്കെ വെക്കാൻ പറ്റുന്നത്, അത് മേടിച്ചു. ആൻഡ് നമ്മൾ മറ്റേ ഓടാനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെക്കേഷൻ സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു പ്രത്യേക അതിനുള്ള ഇൻസ്പിറേഷൻ ആയിട്ട് 2 സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് പിങ്കും ഒന്ന് ഗ്രീനും. അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താ വാങ്ങിച്ച അവിടെ നിന്ന്? പിന്നെന്താ, പിന്നെ മറ്റേ ഒരു കോംബ് ഫോർ ഒരു ഹഗ് പില്ലോ വാങ്ങിച്ചു. അതിലിപ്പോ അവൾ ഓൾറെഡി ഉറങ്ങുകയാണ്. അത് ഏതെങ്കിലും വീഡിയോയിൽ കാണാൻ പറ്റുമായിരിക്കും ചിലപ്പോ. പിന്നെ അന്നു ഈ ബുക്ക് അവിടെ നിന്നല്ലേ വാങ്ങിയേ? ബുക്ക് അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് സ്റ്റിക്കർ ബുക്സ് ഒക്കെ, പിള്ളേരെ ട്രാവലിന് പിടിച്ചിരുത്താൻ പറ്റിയ സാധനമാണത്. ഇതും അവിടെ നിന്ന് വാങ്ങിയല്ലേ? ജസ്റ്റ് ഫോർ 5 യൂറോസ്. ഇതും നല്ലതാണ്. നല്ല എസ്തെറ്റിക്കലി നല്ല നൈസ് ആയിരുന്നു. പിന്നെ അവിടുന്ന് വാങ്ങിച്ച സാധനങ്ങളാണെങ്കിൽ ഒരു ഇങ്ങനത്തെ കുറേ ടോയ്സ് ഒക്കെ നല്ല റീസണബിൾ ആയിട്ടും നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും. ബീച്ചിലൊക്കെ അതും അവിടുന്ന് വാങ്ങിയേ. ഇതിന്റെ 2 ഉണ്ട്. മൊബൈൽ ഫോണിന്റെ പൗച്ച് ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മള്, അതെ, നമ്മള് ബീച്ച് മണ്ണ് വരെ കയറിയത്, ബീച്ചിലൊക്കെ യൂസ് ചെയ്തത് നമ്മള് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ നേരത്തുള്ള. പിന്നെ ഞാൻ വേറൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വാങ്ങിയതാണ്. ഇങ്ങനെ ഇവിടെ ഷെല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാലിടുന്ന, അങ്ങനെ ഒരുപാട് കാണാൻ പറ്റും ഇവിടെ, ഇഷ്ടം പോലെ ഡിസൈൻസ് അല്ലേ. അപ്പൊ ഞാൻ അത് പൊട്ടിപ്പോയി. 2 മേടിച്ചു. ആക്ച്വലി ഒരെണ്ണം അന്നുവിന്, ഒരെണ്ണം എനിക്കെന്ന് പറഞ്ഞ് വാങ്ങിയതാ. പക്ഷെ അവളത് ഇട്ടില്ല, ബട്ട് ഞാൻ യൂസ് ചെയ്തു. ഫോട്ടോയും ഉണ്ട് എൻ്റെ പേജിൽ, ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇത്രയും എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അൽക്കുടിയ മാർക്കറ്റ്. ആക്ച്വലി ഇവിടെ വരാൻ നേരത്ത് എനിക്ക് ഡ്രസ്സൊക്കെ കുറേ ഷോപ്പ് ചെയ്തു വരാൻ വേണ്ടിയിട്ട്. പക്ഷെ മിക്കതും സൈസ് കുറച്ച് വലുതായിട്ട് 3 റിട്ടേൺ ചെയ്തു. ഒരെണ്ണം വന്നത് പോയി വാങ്ങാൻ പറ്റിയില്ല, ടൈം ഇല്ലാത്തതുകൊണ്ടും വർക്ക് ഉണ്ടായിരുന്നു, ബിസി ആയിരുന്നു. ആൻഡ് അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് ഇവിടെ കുറേ തപ്പി നടന്നിട്ട് കിട്ടിയില്ല. അവസാനം അൽക്കുടിയ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ 3 ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 3 ദിവസം യൂസ് ചെയ്തു, ബാക്കിയുള്ളതിനില്ലായിരുന്നു. അപ്പം 2 ഡ്രസ്സ് വാങ്ങിച്ചു. ഒരെണ്ണം ഇവിടെ ഒരുപാട് ഷിഫ്ലി, ഹക്കോബ, കോട്ടൺ ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, ഒരുപാട് കോട്ടൺ കളക്ഷൻ ഇവിടെ കിട്ടും. എനിക്കപ്പം ഇങ്ങനെ ഒരു വൈറ്റ് ഇഷ്ടമായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഡ്രസ്സായിട്ടും ഷർട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഷോർട്ടാണ്. ഇതൊരെണ്ണവും പിന്നെ ഒരെണ്ണം ഇതാണ്. ഇത് ആക്ച്വലി ഞാൻ ഒരു ദിവസം യൂസ് ചെയ്തു, അത് ഞാൻ ഇട്ടില്ല. ഇത് യൂസ് ചെയ്തു. ഇതാണ് നമ്മൾ എവിടെ പോയപ്പോൾ, കലാഡിയോറ് പോയപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഇതാണ്. ആക്ച്വലി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇതൊരു കോട്ടൺ ലിനൻ ബ്ലെൻഡ് ഒരു മെറ്റീരിയലാണ്. അല്ല, ഇതിൻ്റെ റേറ്റ് ബാർഗെയിൻ ചെയ്ത് ഇതൊരു 25 നമ്മൾ വാങ്ങിച്ചല്ലേ. 25 ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 40 തൊട്ടാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തത് പ്രൈസ്. അത് അവസാനം 25 വാങ്ങിച്ചു. ഇതും അതുപോലെ ഒരു
40 തൊട്ട് ബാർഗെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 33ക്ക് വാങ്ങി. അവിടെ ബാർഗെയിനിങ് നടക്കും കേട്ടോ. ഇത് അൽക്കൂഡിയ ഓൾഡ് ടൗൺ മാർക്കറ്റ് ഉണ്ട്. അത് ട്യൂസ്ഡേയ്സും സാറ്റർഡേയ്സും മാത്രമുള്ളതാണ്. അതിൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും, കുറേ കാണാൻ പറ്റും. അൽക്കൂഡിയ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ച ഒരു ടോയ് ആണിത്. അവളുടെ ഫ്രണ്ടിന് വാങ്ങിയാണ്. ഇത് ഫ്രണ്ടിന് കൊടുക്കുവാണ്. അവൾ ഇതെടുക്കുവാണെന്ന് പറഞ്ഞ് 2 സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ പോപ്പിംഗ് ഇതുപോലെ സൗണ്ട് വെച്ചിട്ട് കളറൊക്കെ വരുന്നത്, അത് അന്നു എന്നെ കാണിക്കും. എന്നിട്ട് ഇവിടെ ഒരാള് അല്ല, ഞാൻ ഇത് ആക്ച്വലി കലാഡിയോർ പോയപ്പം റാൻഡമായിട്ട് കണ്ടതാണ്. നല്ല പാറ്റേൺ, നല്ല മേക്കിംഗ്. നോക്കിയപ്പോ €2 ഉള്ളു പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചു. ഞാനും ഒരു ക്യാപ്പ് വാങ്ങി. കാര്യം വന്നില്ല. ഞാനും ഒരു ക്യാപ്പ് വാങ്ങി. ഇത് €2 അല്ല, ഇത് 7 കേട്ടോ ആയി. ഇത് 6. പക്ഷെ ജർമ്മൻ റേറ്റ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര കുറവാണ്. നമ്മൾ വാങ്ങിച്ചു പോവും. ഇവിടെ വന്ന് ഇതൊക്കെ എന്തിനാ വാങ്ങുന്നത് എല്ലാവർക്കും തോന്നും. പക്ഷെ അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുപോലെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും അവിടെ അധികം കാണാൻ പറ്റാറില്ല. ബ്രാൻഡഡ് മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ഇവിടെ ബ്രാൻഡഡ് അല്ലെങ്കിലും കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ മേടിച്ചത്. ഇതാണ് ആക്ച്വലി അൽക്കുടിയ മാർക്കറ്റിൽ നിന്ന് ആദ്യം ശരിയാ. ഇവിടെ പോയാലും ആദ്യമേ ഒരു സാധനം വാങ്ങിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്കതൊരു അഡ്വാൻറ്റേജ് ആണ്. കുറെ അത് വെച്ച് കളിച്ചോണ്ടിരുന്നോളൂ. ഇതിന്റെ ബാറ്ററി ഇപ്പൊ പോയി. ഇതിങ്ങനെ നടക്കും. പിന്നെ പിടിച്ചിതൊക്കെ കിട്ടാ അവര് കൊടുക്കുന്നത്. ഇങ്ങനെ അത് നടന്ന് വന്നോളും കൂടെ. ആൻഡ് ഞാൻ ഇവിടെ കുറേ ജ്വല്ലറീസ് ഉണ്ട്. ഇഷ്ടം പോലെ സാധനങ്ങൾ. ജ്വല്ലറി ഇഷ്ടമുള്ളവർക്കും ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. എല്ലായിടത്തും കാണും. അങ്ങനെ ഞാനൊരു ഷോപ്പിൽ കയറിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇയറിംഗ് വാങ്ങിച്ചു. നൈസാണ്. പിന്നെ ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റുന്ന പറഞ്ഞു ഇത് അനുവിന്റെ ഓൾസോ ഒരു ഫാൻ വാങ്ങുന്നത് ഒരു ട്രെൻഡാണ്. വെരി നൈസ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഇത് ജപ്പാൻ അല്ലാന്ന്. പക്ഷെ ഇപ്പം എല്ലായിടത്തും ഇത് വെച്ചിട്ടുമുണ്ട്. അതാണ് എനിക്ക് അതിശയം. സ്ലൊവേനിയ പോയപ്പോൾ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരെണ്ണം മേടിച്ചു. ഇവിടെ വന്നപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു. ഇങ്ങനെ പോണ എൻ്റെ ഒരു കളക്ഷൻ ആവും മിക്കവാറും. ജപ്പാനിൽ നിന്ന് എന്തോരം വാങ്ങിച്ചാണ്. അവൾക്ക് ജാപ്പനീസ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. കവറാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എല്ലാം ഇവിടെ കിട്ടും. ഇവിടെ എല്ലാ മൂലയിലും എല്ലാ സ്റ്റോറിലും കാണുന്ന ഒരു സാധനമാണിത്. ഇത് ഇവിടുത്തെ ക്ലച്ചസ്. എല്ലാവരുടെ തലയിലും കാണാൻ പറ്റും. ഇത് ആൾക്കാരുടെ തലയിലല്ലെങ്കിൽ ബാഗിലെങ്കിലും ഇട്ടേക്കും. ഇപ്പൊ യൂസ് ഇത് എന്താ പറയുക, ഇങ്ങനത്തെ പല കളേഴ്സ് ഉണ്ട്. എനിക്ക് വൈറ്റ് ആണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ വൈറ്റ് എടുത്തു. ഒരുപാട് കളേഴ്സ്, ഭയങ്കര വാട്ടർ പ്രൂഫ്, ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനം. ഇങ്ങനെ മുടി എടുത്തിട്ട് ഞാൻ ഒരെണ്ണം എനിക്കും ഒരെണ്ണം അന്നുവിനാണോ വാങ്ങിയേ. ഇത് അന്നുവിന് ഒരിടത്ത് നിന്ന് ഗിഫ്റ്റ് ആയിട്ടൊരു അങ്കിള് കൊടുത്ത KFCന്ന് ബോളാണത്. നമ്മൾ ഓപ്പൺ ചെയ്തില്ല, നാട്ടിൽ പോയിട്ട് വാങ്ങാം. സ്പോഞ്ച് ബോബ്. ഇത് സ്പോഞ്ച് ബോബ്. സ്പോഞ്ച് ബോബ് ബോൾ. And no, we are going. We have to pack. Put it in your bag. ഇങ്ങനെ കുറേ സാധനങ്ങൾ എല്ലായിടത്തും പോകുമ്പോഴും കുറേ വെൻഡിങ് മെഷീൻസ് ഉണ്ടാവും. അവിടെ €1-2 കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ടോയ് കിട്ടും. ആൻഡ് അതാണ് ഇതെല്ലാം. ഇത്രേ ഉള്ളോ? കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി മേ ബി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആഡ് ചെയ്യാം. ആക്ച്വലി എയർപോർട്ടിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ സാധ്യത ഉണ്ട്. ആക്ച്വലി എന്തെങ്കിലും മെയിൻലി 1-2 സാധനങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എയർപോർട്ടും അടിപൊളിയാണ് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങി ഷോപ്പിംഗ് വൈബ്. ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇവിടെ രസമായിരിക്കും. ആക്ച്വലി ഞങ്ങൾക്ക് 2 പേർക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണ്. ഫുഡും ഷോപ്പിംഗ്. എയർപോർട്ട് തന്നെ നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ നിർത്തും. അവിടെ തന്നെ ഷോപ്പിംഗ് അവിടെ തന്നെ വേണോ 1 hour. അപ്പൊ നമുക്ക് ലേറ്റ് ആയി, ഫ്ലൈറ്റിന് ടൈമായി. Let's go. Until next time. I fight you a good trip. Until next time. Bye. Bye. Adios. Wow. Don't worry, Anu, we can come again. അങ്ങനെ ഞങ്ങളുടെ മയോർക്കയിലെ 5 days വെക്കേഷൻ കഴിഞ്ഞു. ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും നടന്നു. ആൻഡ് വി ഹാഡ് എ വെരി ഗുഡ് ടൈം ഹിയർ. ഈ 5 daysന്റെ വിശേഷങ്ങൾ ഞങ്ങൾ ഡേ വ്ളോഗ്സ് ആയിട്ട് ഈ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ യൂസ് ആവുമെന്ന് വിചാരിക്കുന്നു. സോ ഇൻ കൺക്ലൂഷൻ, സമ്മർ സീസണിൽ ജർമ്മനിയിൽ നിന്നോ മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ നിന്നോ ഫാമിലി ആയിട്ടോ അല്ലാതെയോ വരാൻ പറ്റിയ ഒരു ബീച്ച് ഡെസ്റ്റിനേഷനാണ് സ്പെയിനിലെ മയോർക്ക.
double cheese. അപ്പോൾ ഇതൊക്കെയാണ് മയോർക്കയിലെ വിശേഷങ്ങൾ. ഇനി കുറച്ച് നാൾ പണിയെടുത്ത് അടുത്ത ഏതെങ്കിലും സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ബൈ.